ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗൂഗിൾ കീവേഡ് പ്ലാനർ യൂസ് ചെയ്ത് എങ്ങനെ കീവേഡ്സ് ഫൈൻഡ് ചെയ്യാമെന്ന് നോക്കി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉബർ സജസ്റ്റ് യൂസ് ചെയ്ത് എങ്ങനെയാണ് കീവേഡ്സ് ഫൈൻഡ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ഒന്നോ രണ്ടോ ടൂൾസ് യൂസ് ചെയ്യാം. ഈ ടൂൾസ് യൂസ് ചെയ്ത് എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കീവേഡ്സ് ഒക്കെ സെലക്ട് ചെയ്യുന്നത്. app.nilpatel.com എന്നുള്ള സൈറ്റിൽ പോവുക. അതിനുശേഷം നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ എനിക്കിതിലൊരു പ്രീമിയം അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിതിൽ ലോഗിൻ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങളത് ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾ കീവേഡ്സുമേ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കീവേഡ് ഐഡിയാസുമേ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കീവേഡ് ഐഡിയാസ് പോയിട്ട് നിങ്ങൾ 3 കീവേഡ്സ് ആഡ് ചെയ്യുകയാണ്. അതായത് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് നിയർ മീ എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ് എന്ന് കൊടുത്തു. അതുപോലെ നമുക്കിപ്പോൾ ഇവിടെ ബിരിയാണി റെസ്റ്റോറൻറ്റ്സും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഈ 3 കീവേഡ് ഇതിൽ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ലൊക്കേഷൻ എടുത്തിട്ട് നമ്മൾ ഇന്ത്യയാണ് ഇവിടെ കൊടുക്കാൻ പറ്റുന്നത്. നമുക്കിവിടെ വേണമെങ്കിൽ കൊച്ചിയിൽ നിന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, കണ്ടോ, ഇവിടെ നമുക്ക് കൊച്ചി, കേരള, ഇന്ത്യ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ സെർച്ച് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെയുള്ള റിസൾട്ടുകൾ നമുക്ക് കാണിക്കും. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ നിന്ന് കാണിച്ചതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഇതിവിടെ കാണിക്കുന്നത്. പക്ഷേ അത് കുഴപ്പമില്ല. നമ്മൾ ഏകദേശം നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ കീവേഡ് നമ്മൾ ഫൈൻഡ് ചെയ്യുക, നമ്മൾ കീവേഡ്സ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ 2 3 അല്ലെങ്കിൽ 1 2 ടൂൾസ് യൂസ് ചെയ്ത് നമ്മൾ 1 2 പ്രാവശ്യം കീവേഡ് റിസർച്ചൊക്കെ ചെയ്തിട്ട് അതിനുശേഷം അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള കീവേഡ്സൊക്കെ നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കീവേഡ് റിസർച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനിപ്പോൾ ഇതിൽ നോക്കി ഇതിൽ കണ്ടു, റെസ്റ്റോറൻറ്റ്സ് എന്നുള്ള കീവേഡ്സിന് 74,000 ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞാൽ 54 ആണ്. അതായത് ഔട്ട് ഓഫ് 100 ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതായത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഡിഫിക്കൽറ്റി കൂടുതലാണ്. അതിൽ നമുക്ക് റീച്ച് ചെയ്യാൻ ഡിഫിക്കൽറ്റി കൂടുതലാണ്. കുറവാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുകയും ചെയ്യും. കണ്ടോ, ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് നിയർ മീ എന്നുള്ളതിന് 2400 ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ 7 ഉള്ളതിൻ്റെ ഡിഫിക്കൽറ്റി. അതുപോലെ തന്നെ ബിരിയാണി റെസ്റ്റോറൻറ്റ് എന്നുള്ളത് എത്രയാണ്, 260 കാണിക്കുന്നത്. അതിൻ്റെ ഡിഫിക്കൽറ്റി 18 ഉള്ളൂ. കണ്ടോ, അത് കൂടാതെ നമുക്ക് വേറെ കീവേഡ്സ് നമുക്കിതിൽ കാണിച്ചു തരും. കണ്ടോ, ഇപ്പോൾ ഇത് കണ്ടോ, നെക്സ്റ്റ് നിയർ മീ കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, 33,000 ഉണ്ട്. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് കൊച്ചി എന്നുള്ളത് 1,600 ഉണ്ട്. ഇതെല്ലാം നമുക്കിതിൽ കാണാൻ പറ്റും. കണ്ടോ, ഇത് നമ്മുടെ ഗൂഗിളിൻ്റെ കീവേഡ് റിസർച്ചിന് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്ന റിസൾട്ടുകൾ കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആവശ്യമുള്ള കീവേഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്ക് സെർച്ച് ചെയ്യാം. നമുക്ക് അതിനുള്ളത് ആഡ് ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലേറ്റഡ് കീവേഡ്സ് നമുക്കിതിൽ കാണിച്ചു തരും. അത് റിലേറ്റഡ് കീവേഡ്സ് എന്ന് പറയുന്നത് ബാക്കി ഈ ഒരു കീവേഡിന് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് ആണ്. അതും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാണാൻ പറ്റും. കണ്ടോ, നമ്മളിപ്പോൾ നേരത്തെ കണ്ട ആ കാര്യങ്ങൾ ഇതിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ അതിന് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് വേണ്ട കീവേഡ്സ് റെസ്റ്റോറൻറ്റ്സ്, ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് നിയർ മീ, ബിരിയാണി റെസ്റ്റോറൻറ്റ് നിയർ മീ, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് വെജ് നിയർ മീ, റെസ്റ്റോറൻറ്റ്സ് കൊച്ചി. കണ്ടോ, ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ ഇതിന് സെർച്ച് ചെയ്തെടുക്കുവാണ് കേട്ടോ. ഇതിനെല്ലാം ഞാൻ ആഡ് ചെയ്യുവാണ്. ഇതിൻ്റെ വേണ്ട പാർട്ടുകൾ ഞാൻ ആഡ് ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് എന്ത് ചെയ്യാം, ഇത് വേണമെങ്കിൽ എൻ്റെ ലിസ്റ്റിലേക്ക് എനിക്ക് ആഡ് ചെയ്യാം. ആഡ് ടു കീവേഡ് ലിസ്റ്റ്. ഞാൻ എന്ത് ചെയ്യുന്നു, പുതിയൊരു കീവേഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ പേര് ഞാൻ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് എന്ന് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സിൽ നിന്നും എനിക്ക് എടുക്കാം. ഉണ്ടോ, ഫുഡ് നിയർ മീ, ചൈനീസ് ഫുഡ്, ഷവർമ നിയർ മീ. ഉണ്ടോ, ഇതൊക്കെ ഞാൻ ഇതിൽ നിന്ന് ആവശ്യമുള്ളത് ഞാൻ ഇതുപോലെ തന്നെ എടുക്കുന്നു. അതിനുശേഷം അതും ഇതുപോലെ തന്നെ കീവേഡ് ലിസ്റ്റിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി അതിനുശേഷം ഞാൻ എന്ന് വെച്ചാൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു കീവേഡ് ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ആഡ് ചെയ്ത എല്ലാ കീവേഡ്സും എനിക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ 13 ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതെനിക്ക് എന്ത് ചെയ്യാം, എക്സലായിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ
എനിക്കിതിൽ എക്സൽ ആയിട്ടുള്ള ഇത് കിട്ടും. എന്ത് ചെയ്യുന്നു, ഞാൻ ഇത് രണ്ടും വെച്ച് കമ്പയർ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും ഞാൻ എൻ്റെ കീവേഡ്സ് സെലക്ട് ചെയ്യുക കേട്ടോ. സെർച്ച് ഇതിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും. ചിലപ്പോൾ എനിക്ക് വേണ്ട ബിരിയാണി റെസ്റ്റോറൻറ്റ് വേണം. ഞാനിപ്പോൾ ആദ്യം തന്നെ നമ്മളെപ്പോൾ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം കുറച്ച് കീവേഡ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു 10 or 15 കീവേഡ്സ് ആയിരിക്കും ടോട്ടൽ നമ്മൾ എടുക്കുക. അതിനുശേഷം അത് മിക്സ് ആയിരിക്കണം. അതായത് ഒരു ലോങ് ടൈം ആയിട്ടുള്ള, അതായത് ഇപ്പോൾ കുറച്ച് വലിയ കീവേഡ്സും അതുപോലെ തന്നെ ചെറിയ കീവേഡ്സും അതുപോലെ തന്നെ ഡിഫിക്കൽറ്റി കുറഞ്ഞ കീവേഡ്സും സെർച്ച് വോളിയം കുറഞ്ഞതും കൂടെ അങ്ങനെയുള്ള മിക്സ് ആയിട്ടുള്ള കീവേഡ്സ് നമ്മൾ സെലക്ട് ചെയ്യപ്പെടും. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരു പ്രോഗ്രസ് എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ കീവേഡ് സെർച്ച് ഊബർ സജസ്റ്റ് യൂസ് ചെയ്ത് ചെയ്യുന്നത്. എങ്ങനെയാണ് ഊബർ സജസ്റ്റ് യൂസ് ചെയ്ത് കീവേഡ്സ് ഫൈൻഡ് ചെയ്യണമെന്നുള്ളതും ഗൂഗിൾ പ്ലാനർ യൂസ് ചെയ്ത് ഫൈൻഡ് ചെയ്യുന്നുള്ളതും നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോസിൽ ഈ കീവേഡ്സ് യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ഓൺ പേജ് SEO ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം.